എന്റെ പൊന്നു ബ്രോ, ഒരൊറ്റ ആന കേട്ടാ മതി, നമ്മുടെ കാറ്റ് പോവും. ശ്രദ്ധിച്ചു നടക്ക്. അപ്പുറത്ത് മാറി നിൽക്കുന്ന 7 പേരടങ്ങുന്ന സംഘത്തിലെ ഒരാളായിരുന്നു അത് പറഞ്ഞത്. അയാൾ പറഞ്ഞു തീർന്നതും മറ്റൊരാൾ മറുപടി പറഞ്ഞു. ആടാ, എനിക്കറിയാം. സംഘത്തിലെ തലവനെന്ന് തോന്നിക്കുന്ന ആളായിരുന്നു അത്. ആനക്കൂട്ടത്തെ ശ്രദ്ധിക്കുന്നതിനിടയിൽ അവരാരും തന്നെ ഋഷിയെ കണ്ടിരുന്നില്ല. വെയിറ്റ്, ഇവരെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇരുട്ടത്ത് വഴിയറിയത് നടക്കുവാണ് ഇവര്. അല്ല, ഇവരെന്തിനാ ഈ നേരത്ത് തന്നെ ഈ മല കയറുന്നത്? ഓ ഗോഡ്, മുഴുവൻ കൺഫ്യൂഷൻ ആയല്ലോ. ഋഷി സ്വയം അങ്കലാപ്പോടെ പറഞ്ഞു. ശേഷം ആ 7 പേരെ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ അവരുടെ അടുത്തായി എന്താണ് ചെയ്യുന്നതെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. അളിയ, ഈ കാട് മലയൊക്കെ എന്തോ അത്ഭുതവും നിഗൂഢതയും ഒക്കെ നിറഞ്ഞ ഇടമാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടല്ലോ. ശരിക്കും അങ്ങനെ വല്ലതുണ്ടോ? ആ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു. അത് കേട്ടതും ആ നേതാവ് അവന്റെ തോളിൽ കൈവച്ചു. അതൊക്കെ തമ്പുരാനെ അറിയൂ, അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ എന്നൊക്കെ. ഏതായാലും ആ കാര്യം നമുക്ക് ഉപകാരമായേ ഉള്ളൂ. അങ്ങനെ വല്ല റൂമറും ഈ കാടിനെ പറ്റി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തോരം മനുഷ്യരുണ്ടായേനെ. എല്ലാരും ടൂർ ഇങ്ങോട്ടേക്കാക്കും. പിന്നെ നമ്മുടെ കാര്യം, ആനക്കൊമ്പ് പോയിട്ട് ഒരു ആനവാല് പോലും നമുക്ക് കിട്ടില്ല. ഇപ്പൊ ഈ കാരണം കൊണ്ട് വേറെ ആനക്കൊമ്പ് കള്ളന്മാർ അടുക്കില്ല. ഇവിടെയാണേൽ നോക്കിയേ, മുഴുവൻ ആനകളാ, അതും കൊമ്പന്മാർ. എല്ലാം നമുക്ക് മാത്രം. ഇത് വിറ്റാൽ കിട്ടുന്ന പണം എന്തുമാത്രം കാണുമെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നേതാവ് അത്യാഗ്രഹം നിറഞ്ഞ ശബ്ദത്തിൽ ആവേശത്തോടെ പറഞ്ഞു. അയ്യോ, ഒരുപാട് കാണും. കൊള്ളാലോ ഇത്. അവനോടൊപ്പം വന്ന ബാക്കിയുള്ളവരും ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ഇവിടെയുള്ള മുഴുവൻ ആനകളുടെയും എല്ലാ കൊമ്പുകളും വെട്ടിവിറ്റ ഒത്തിരി പണം കാണില്ലേ? അതൊക്കെ നമ്മൾ എന്തോ ചെയ്യും? മറ്റൊരാൾ ചോദിച്ചു. ഓഹ്, എന്റെ പൊന്നു രഘു, നമ്മൾ ഇതുവരെ ആനക്കൊമ്പ് എടുത്തിട്ട് പോലും ഇല്ല. ആദ്യം അതൊന്ന് എടുത്തോട്ടെ. എന്നിട്ട് പണം ഒത്തിരി ഓവർ ആണെങ്കിൽ നീ വിഷമിക്കണ്ട, ഞാൻ വെച്ചോളാം. നേതാവ് വീമ്പിളക്കിക്കൊണ്ട് പറഞ്ഞു. ശരി, പണിയാൻ സമയം ഇതാ കറക്റ്റ്. ഇനിയും അധിക നേരം താമസിക്കണ്ട, നീ കത്തിക്ക്. നേതാവ് ആജ്ഞാപിച്ചു. അത് കേൾക്കേണ്ട താമസം അവരിൽ ഒരാൾ അവൻ പറഞ്ഞതുപോലെ കയ്യിലെ തുണി ഒരു വടിയിൽ ചുറ്റി മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ടു. നോക്ക്, എല്ലാവരോടും നേരത്തെ പറഞ്ഞേക്കാം, എറിയുമ്പോൾ സൂക്ഷിച്ച് ലക്ഷ്യസ്ഥാനം മാറാതെ എറിയണം. തീപന്തങ്ങൾ ആനക്കൂട്ടത്തിന്റെ നടുവിൽ ചെന്ന് വീഴണം. പിന്നെ ആ ആനകൾ പല വശത്തേക്ക് ചിതറുമ്പോൾ നമ്മളെല്ലാവരും ഓരോ ആനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കൊമ്പ് മുറിക്കാനുള്ള അറവാള് ദേ അവിടെയുണ്ട്. എന്തായാലും ആന വീണാൽ നമ്മുടെ പണി പകുതി കഴിഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് ആ തലവൻ തന്റെ കയ്യിലുള്ള തീപ്പന്തം ആനക്കൂട്ടത്തിന് നേരെ വീശിയെറിഞ്ഞു. അടുത്ത നിമിഷം ആ തീപ്പന്തം അന്തരീക്ഷത്തിൽ പറന്നു. മരത്തിന് പിന്നിലായി ഒളിച്ചിരുന്ന ഋഷി അത് ആനകൾക്കടുത്ത് എത്തും മുൻപേ ചാടിപ്പിടിച്ചു. എന്താണ് ആ സംഭവിച്ചതെന്ന് ആനക്കൊമ്പ് കടത്താൻ വന്നവർ മനസ്സിലാക്കുന്നതിന് മുൻപ് ഋഷി ആ തീപ്പന്തം തറയിലിട്ട് ചവിട്ടിക്കെടുത്തിയിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു ഋഷി ആ പ്രവൃത്തി ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നടന്നതെന്ന് ആർക്കും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല. എന്താ അവിടെ സംഭവിച്ചത്? എങ്ങനെയാ പെട്ടെന്ന് തീ അണഞ്ഞത്? ആ കൂട്ടത്തിന്റെ നേതാവ് സംശയത്തോടെ ചോദിച്ചു. അയ്യോ, എന്താ സംഭവിച്ചത്? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇനി ആ ആദിവാസികൾ പറയുന്നതെല്ലാം സത്യമാണോ? ഇവിടെ എന്തോ അദൃശ്യ ശക്തി ഉണ്ടോ? മറ്റൊരാൾ ഭയന്ന് കുറച്ചുകൊണ്ട് ചോദിച്ചു. ഛേ, ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞ് പേടിക്കാതെ മിണ്ടാതിരിക്കെ. അതെന്തോ കാറ്റ് വീശി കെട്ടുപോയത് അവനെ വഴിയുള്ളൂ. ഇനി അത് നോക്കി നിൽക്കാതെ അടുത്ത തീപ്പന്തം എടുക്കാൻ്റെപ്പാ. ഇത്തവണ കറക്റ്റ് ആയിക്കൊള്ളും. തീപ്പന്തം കയ്യിലെടുത്ത് നേതാവ് സർവ്വശക്തിയും എടുത്തെറിഞ്ഞു. ഇത്തവണയും ഋഷി വേഗത്തിൽ തന്നെ അത് കെടുത്തി. പക്ഷെ ഇത്തവണ ആ കാര്യം ആ സംഘത്തിലെ എല്ലാവരും കണ്ടിരുന്നു. അയ്യോ ബ്രോ, അവിടെ ആരും ഉണ്ട്. ഇനി ചിലപ്പോ കേട്ട പോലെ വല്ല പ്രേതവുമാണോ? അയ്യോ, എനിക്ക് പേടിയാവുന്നു. ഇപ്പോ പുള്ളി തീപ്പന്തം ചവിട്ടിക്കെടുത്തി. ഇനി നമ്മളെ ചവിട്ടി കൊല്ലുവോ? ഐ എം സോ ഫ്രീക്കിംഗ് സ്കേർഡ് ബ്രോ. കൂട്ടത്തിലെ ചെറുപ്പക്കാരൻ ഭയത്തോടെ വിളിച്ചു പറഞ്ഞു. എന്റെ പൊന്നു ഷിൻഡോ, ഒന്ന് നിർത്താവോ നീ? അതേതോ ഭ്രാന്തനാണ്, അല്ലാതെ പ്രേതവും ഡ്രാക്കുളയും ഒന്നും ആവില്ല. ഒളിച്ചു നിന്നവൻ നമ്മളെ പറ്റിക്കുവാ. ഇന്ന് ഞാൻ അവനെ ശരിയാക്കി കൊടുക്കാം. നേതാവ് ദേഷ്യത്തിൽ പറഞ്ഞത് കേട്ടതും എല്ലാവരും കണ്ണും മിഴിച്ചു നിന്നു. ഓഹ്, എന്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഞാൻ പറയുമ്പോ എല്ലാവരും ഒരുമിച്ച് തീപ്പന്തം എറിയും. അപ്പൊ വരും ഷിൻഡോയുടെ പ്രേതം. നേതാവ് കടുത്ത സ്വരത്തിൽ പറഞ്ഞത് പ്രകാരം എല്ലാവരും പെട്ടെന്ന് തങ്ങളുടെ കയ്യിലുള്ള പന്തങ്ങൾക്ക് തീ കൊടുത്തു. ആ ബ്രോ പറഞ്ഞത് കറക്റ്റാ. എല്ലാവരും എറിയുമ്പോ
പ്രേതമാണേലും കോൺസെൻട്രേഷൻ കിട്ടാതെ തീപ്പന്തമൊക്കെ ദേഹത്ത് വീണാൽ നിന്ന് കത്തിക്കോളും. ഷിൻഡോ വലിയ കാര്യത്തിൽ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കണ്ണു മിഴിച്ച് അവനെ നോക്കി. ഓ, ഇത് എന്തിന്റെ കുഞ്ഞാണോ എന്തോ. ആ, ഏതായാലും എല്ലാവരും അത് വിട്. എന്നിട്ട് തീപ്പന്തം കത്തിച്ചെറിയാൻ നോക്ക്, നേതാവ് വലിയ ഗൗരവത്തിൽ പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് തങ്ങളുടെ കർത്തവ്യങ്ങളിലേക്ക് തിരിഞ്ഞു. ശേഷം തീപ്പന്തങ്ങളെല്ലാം ഒരേ സമയം എല്ലാവരും ചേർന്ന് വായുവിലേക്ക് വീശിയെറിഞ്ഞു. പക്ഷേ അവ അധിക ദൂരം പോകും മുൻപേ ഋഷി മുൻപിലേക്ക് വന്നു. ആ തീപ്പന്തങ്ങൾ പിടിക്കാനായി ഋഷി വായുവിൽ ചാടി ഉയർന്നു. എന്നിട്ട് അതിവേഗത്തിൽ ആ 7 തീപ്പന്തങ്ങളും കൂട്ടിപ്പിടിച്ചു നിന്നു. ആളിക്കത്തുന്ന തീയുടെ വെളിച്ചത്തിൽ ഇത്തവണ ആ നേതാവും കൂട്ടരും ഋഷിയുടെ മുഖം വ്യക്തമായി കണ്ടു. അത് കണ്ടതും ഷിൻഡോ പേടിയോടെ നേതാവിന്റെ കൈ പിടിച്ചു. എന്താടാ? ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് അവന് നേരെ നേതാവ് അലറി. ബ്രോ, ഒരു വലിയ ടേബിളിൽ കുതിരപ്രതിമകളുടെ മുകളിലിരിക്കുന്ന ഒരു വീരന്റെ സ്റ്റാച്ചു ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി വല്ലതും ആ പ്രതിമയെ കണ്ട നമ്മുടെ ശരീരം മുഴുവൻ കിടന്ന് വിറച്ചു പോകും. അത്രയും ശൗര്യമാണ്, ഷിൻഡോ ഭയത്തോടെ പറഞ്ഞു. അത് കേട്ട് അവിടെയുണ്ടായിരുന്ന സർവരും കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി. ഓഹ്, അതൊക്കെ ഇപ്പൊ ഇവിടെ എന്തിനാ വിളമ്പുന്നേ? അത് ഇത് തമ്മിൽ എന്താ ബന്ധം? ദേഷ്യം കെട്ടടങ്ങാതെ നേതാവ് ചോദിച്ചു. ആ കുതിരപ്പുറത്ത് നിൽക്കുന്ന പ്രതിമയില്ലേ, അത് അവിടെ നിന്ന് ഇറങ്ങി വന്ന പോലുണ്ട് ഇങ്ങനെ കാണാൻ. അയ്യോ, ഭയപ്പാടോടെ ഷിൻഡോ പറഞ്ഞു. ഓ, ഇങ്ങനൊരുത്തൻ, ഇനി നീ വാ തുറന്ന അതാവില്ല, ഞാനാവും പ്രേതമാവുന്നേ, ദേഷ്യത്തോടെ നേതാവ് അലറി. ആ നിമിഷം ഷിൻഡോ ഉൾപ്പെടെ എല്ലാവരും നിശബ്ദരായി. അപ്പോഴേക്കും നേതാവിന്റെ നോട്ടം ഋഷിയിലെത്തിയിരുന്നു. ഞാനും എന്റെ പിള്ളേരും എറിഞ്ഞ പന്തങ്ങൾ കെടുത്താൻ മാത്രം നിന്റെ കൈ പൊങ്ങിയല്ലേ? ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാടാ. ടൂൾസ് എടുക്കടാ, നേതാവ് തന്റെ കൂട്ടാളികളെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കണ്ട് ഋഷി ഉറക്കെ ചിരിച്ചു. അവന്റെ ആ ചിരി കാണേണ്ട താമസം നേതാവിന്റെ ദേഷ്യം ഇരട്ടിച്ചു. നീ ചിരിക്കടാ, മനസ്സറിഞ്ഞ് ചിരിക്ക്. ഇത് നിന്റെ അവസാനത്തെ ചിരിയാ. നിന്നെ തീർത്തിട്ട് ഇനി ഞങ്ങൾക്ക് വേറെ പണിയുള്ളൂ, നേതാവ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഋഷി അയാളോട് പുഞ്ചിരിക്ക മാത്രമായിരുന്നു ചെയ്തത്. വീണ്ടും ദേഷ്യം കൂടിയ നേതാവ് തന്റെ കൂടെയുള്ളവരെയും കൂട്ടി ഋഷിക്കടുത്തേക്ക് ഓടി. അവരോടി തനിക്കടുത്ത് എത്തിയത് കണ്ടതും ഋഷി പെട്ടെന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന തീപ്പന്തങ്ങൾ കെടുത്തി ദൂരേക്ക് എറിഞ്ഞു. പെട്ടെന്ന് പന്തങ്ങൾ അണഞ്ഞതും അവിടെ മാകെ വീണ്ടും ഇരുട്ടിലായി. അയ്യോ ബ്രോ, ഒന്നും കാണാൻ വയ്യല്ലോ, നമ്മളിനി എന്തു ചെയ്യും? സംഘത്തിലെ ആരോ ഭയത്തിൽ ഉറക്കെ ചോദിച്ചു. ഓ, നോക്കി നിൽക്കാതെ ടോർച്ച് എടുത്ത് അടിക്ക്. എന്ത് നോക്കി നിൽക്കുക? നേതാവ് ഉറക്കെ അലറി. പെട്ടെന്ന് തന്നെ എല്ലാവരും ടോർച്ചുകൾ ഓണാക്കി ഋഷി ഉണ്ടായിരുന്ന ദിശയിലേക്ക് അടിച്ചു. എന്നാൽ അവൻ നിന്നിരുന്ന സ്ഥലം ശൂന്യമായിരുന്നു. ഇവനെവിടെ? ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. ഋഷിയെ അവൻ നിന്നിടത്ത് കാണാതായതും അമ്പരപ്പോടെ എല്ലാവരും ചോദിച്ചു. എല്ലാവരും ടോർച്ചടിച്ച് ഋഷിക്കായി കലശലായ തിരച്ചിലായിരുന്നു. അതിനിടെ കൂട്ടത്തിലെ ഒരുവന് തന്റെ പിന്നിൽ ആരോ നിൽക്കുന്നതായി തോന്നി. നേരിയ ഭയത്തോടെ അയാൾ പിന്നിലേക്ക് തിരിഞ്ഞതും കണ്ടത് ഋഷിയായിരുന്നു. അയ്യോ അമ്മേ! നിലവിളിച്ച് അയാൾ പതറി പിറകിലേക്ക് നീങ്ങിപ്പോയി. പക്ഷേ അയാൾക്ക് കൂടുതൽ എന്തെങ്കിലും പ്രതികരിക്കാൻ സാധിക്കും മുൻപേ അയാളുടെ കഴുത്തിലെ മർമ്മസ്ഥാനത്ത് നോക്കി ഋഷി കൈവച്ച് വെട്ടി. തത്ഫലമായി അയാൾ പെട്ടെന്ന് തന്നെ ബോധം പോയി നിലത്തേക്ക് വീണു. ആ ശബ്ദം കേട്ട് കൂട്ടത്തിലെ എല്ലാവരുടെയും ശ്രദ്ധ ആ വശത്തേക്കായി. പക്ഷേ അവിടേക്ക് ടോർച്ച് തെളിയിച്ചപ്പോൾ അവരാകെ കണ്ടത് അവരിൽ ഒരാൾ നിലത്ത് ബോധം പോയി കിടക്കുന്നത് മാത്രമായിരുന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.